ഈ ഒരു വീഡിയോയിൽ രണ്ട് കുട്ടികളുടെ മെസ്സേജിനെ കുറിച്ചാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഒന്ന് ഞാനിപ്പം തന്നെ പറയാം, ഒന്ന് വീഡിയോന്റെ എൻഡിലും പറയാം. ഓക്കെ ആണല്ലോ? റെഡി? സോ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചൊരു മെസ്സേജാണ് ഇത്. ആദ്യമായിട്ടാണ് ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എന്നോട് പറഞ്ഞു, സാറേ ഞാൻ SSLC സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് മാത്സിന്റെ മാർക്ക് കിട്ടി 36 ഉള്ളൂ. സാറേ ഞാൻ നാളെ സ്കൂളിൽ പോകുന്നില്ല, നാളെ സാർ പേഴ്സണലായിട്ട് മാത്സ് ക്ലാസ് എനിക്ക് വേണ്ടി വെക്കാൻ പറ്റുമോ? എനിക്ക് ഈ മാർക്ക് പറ്റൂല, മാത്സ് മാത്രമാണ് കുറവ് സാറേ എന്നാണ് പറയുന്നത്. അതായത് ഈ കുട്ടി എന്താണ്, മാത്സിന് അത്രയേറെ മാർക്ക് കുറവാണ്. അത്രയേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരറ്റീവ്ലി നിങ്ങൾ വിചാരിക്കും 36 മോശമല്ലല്ലോ എന്ന്. പക്ഷേ 36 മോശമാണ്, പകുതി പോലും മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കുട്ടി അത്രയും ടെൻഷനിൽ ചോദിക്കുകയാണ് എന്നോട്, സാറേ എനിക്ക് സ്വന്തമായിട്ട് നാളെ ക്ലാസ് വെച്ച് തരുമെന്ന്. അത് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, അത് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് നല്ലോണം അറിയാം, സാറേ സാറിന് ഇതിപ്പോൾ നാളെ എനിക്ക് മാത്രം ഒരു ക്ലാസ് വെക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാന്ന് ആ കുട്ടിക്ക് പോലും അറിയണ്ടാവും. എന്നിട്ടും ആ കുട്ടി അത് ചോദിക്കേണ്ടി വരുന്നത് ആ കുട്ടിയുടെ അത്രയും എന്താണ് ഒരു മാനസികാവസ്ഥയാണ് അത്. അതായത് അത്രയേറെ പഠിക്കാനുണ്ട്, ഇതുവരെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വീട്ടുകാരാണെങ്കിലും എല്ലാവരും വൻ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു റിസൾട്ടും വരാണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രഷറുണ്ട്. മുന്നിൽ അത്രയും കുറഞ്ഞ ടൈം മാത്രം ഞാൻ ഇനി എന്താ ചെയ്യുക എന്നുള്ളത് അറിയാത്തൊരവസ്ഥ. ഈ വീട്ടുകാരെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓല് പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങളിലൊക്കെ പറയാതെ തന്നെ അവർ അത്രയേറെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ്, അതായത് ഈ ഒരു ടെൻഷനും കൊണ്ടാണ് ഈ കുട്ടി കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇത്രയും പഠിക്കാണ്ട്, ഓരോ സബ്ജക്റ്റും അത്രയും പഠിക്കാണ്ട്, അത്രയും കുറഞ്ഞ ദിവസം എന്താ ചെയ്യുക, എനിക്ക് പഠിച്ചിട്ടൊന്നും കയറുന്നില്ല, മനസ്സിലാവുന്നില്ല, പഠിച്ചവും മാറുന്നു എന്ന്, എന്താ ചെയ്യുക, മാത്സൊക്കെ ആണെങ്കിൽ ഫുൾ പ്രശ്നം, ഞാൻ എന്താ സാറേ ചെയ്യേണ്ടത്, എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ്. അതായിരുന്നു ഈ കുട്ടിയുടെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ മാനസികാവസ്ഥ. ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് കേരളത്തിലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 90% കുട്ടികളെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എടാ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാം, നടക്കൂല, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. വ്യക്തമായ സ്ട്രാറ്റജിയോടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ പാളും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫുൾ A+ വാങ്ങിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയ സ്വപ്നമൊന്നുമല്ല. മേ ബി ഒരു എന്താ പറയുക, ഒരു 5 6 ഇല്ലെങ്കിൽ പോട്ടെ 8 മുതലെങ്കിലും ഇത് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. ആ സാധനത്തിൻ്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നമ്മൾ തൊട്ടതെല്ലാം പിഴച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആ ഒരു അവസ്ഥ ഈസ് വെരി അത്രയും എനിക്കത് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ വ്യക്തമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയേ പറ്റൂ. അത് അല്ലെങ്കിൽ മൊത്തം കൊളാവും. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ എജുപോർട്ടിലെ ബാച്ചിലർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് മോഡൽ എക്സാമിൻ്റെ തലേന്ന് വരെ എന്തൊക്കെ പഠിക്കേണ്ടത്, എന്തൊക്കെ ലൈവുള്ളത്, ആ കാര്യങ്ങൾ മൊത്തം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാച്ചിലർ സ്റ്റുഡൻസിന് ഓൾറെഡി അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അവർ അതിൻ്റേതായ വഴിക്ക് അടിപൊളിയായി പഠിക്കുന്നുമുണ്ട്. എന്നാൽ ബാച്ചിൽ ഇല്ലാത്ത കുട്ടികളുണ്ട്, അവർക്കും പഠിക്കണ്ടേ, അവർക്കും പഠിക്കണം. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ഒരു പ്ലാനിങ് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കണം. കാരണം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. നമ്മൾ യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് വീഡിയോ ഇടും എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളുടെ ഫോക്കസ് ഒക്കെ അധികം എവിടെ ആയിരിക്കും, പെയ്ഡ് സ്റ്റുഡൻസിലായിരിക്കും. കാരണം അവർ നമ്മളെ വിശ്വസിച്ച് വന്നവരല്ലേ. അപ്പോൾ അവർക്ക് ഫുള്ള് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് അത്രയും പ്ലാൻ ഉണ്ടാക്കി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ എജുപോർട്ട് അതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള എജുപോർട്ടിലെ ഇത്തവണത്തെ ഏറ്റവും ലാസ്റ്റ് ബാച്ചായിട്ടുള്ള ബൂസ്റ്റർ ക്രാഷ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാനിത് ജസ്റ്റ് എനിക്കിങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യും അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ കഴിവുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എജുപോർട്ട് എന്നല്ല, നിങ്ങളൊക്കെ എവിടെ പോയാലും പഠിക്കും. പക്ഷേ അതൊന്നും അല്ലാതെ ഒരു ആവറേജിൽ നിൽക്കുന്ന കുട്ടിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്ന SSLC പബ്ലിക് എക്സാം എന്നുള്ളത് എന്താണ് കുറച്ച് പ്രശ്നമായിട്ട് തന്നെ മാറും. അതിനുവേണ്ടി അത് ഏതൊരു ആവറേജ് കുട്ടിക്കും അല്ലെങ്കിൽ ബിലോ ആവറേജ് കുട്ടിക്കും, പഠിക്കാൻ തയ്യാറായിട്ട് വരുന്ന ഏതൊരു കുട്ടിക്കും എന്താണ് വരാൻ പോകുന്ന SSLC പബ്ലിക് എക്സാമിന് ഫുൾ A+ നഷ്ടപ്പെടരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് എജുപോർട്ടിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ ബൂസ്റ്റർ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുള്ളത്. വെരി അഫോർഡബിൾ പ്രൈസ് മാത്രമേ ഇതിനുള്ളൂ. ഓഫർ ജനുവരി 15 വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്താണ് കൂടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ ഈ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി. ശരി, ഞാൻ പറയുന്നു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണ്ട, പക്ഷേ
എന്താണ് ഈ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്നെങ്കിലും ഫുള്ളായിട്ട് നിങ്ങൾ അറിയണം. കാരണം പബ്ലിക് എക്സാം കഴിഞ്ഞ് നിൻ്റെ ഫ്രണ്ടിന് ഫുൾ A+ കിട്ടുമ്പോൾ ഫ്രണ്ട് പറയും, ചേട്ടാ ഞാൻ അവിടെ മറ്റേ ഈ എജു പോർട്ടൽ ഉണ്ടായിരുന്നു, അവിടെ കുറഞ്ഞ പൈസ ഉള്ളതിനും അടിപൊളി ക്ലാസ് ആയിരുന്നു. അപ്പോൾ നീ വിചാരിക്കരുത്, നീ അവനോട് പറയുന്നത് ഞാനിത് അറിഞ്ഞില്ലല്ലോടാണ്. അപ്പോൾ എന്താണ്, ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ച് അറിയാനുള്ള ഒരു എൻക്വയറി ഫോം മാത്രമാണ് ഞാൻ താഴെ കൊടുക്കുന്നത്. ആ ഫോമിൽ ഒന്ന് കയറിയിട്ട്, അല്ലെങ്കിൽ ആ ലിങ്കിൽ ഒന്ന് കയറിയിട്ട് നിങ്ങൾ ഈ ഡീറ്റെയിൽസ് 10 സെക്കൻഡ് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൂസ്റ്ററിൻ്റെ സകല വിവരം അറിയാൻ പറ്റും. അവിടുന്ന് നിങ്ങൾ തീരുമാനിക്കണം, യെസ് ഇതെനിക്ക് പറ്റും, അടിപൊളി സാധനം, അല്ലെങ്കിൽ ഇതെനിക്ക് വേണ്ട, ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല എന്ന് അവിടുന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഞാൻ ഉറപ്പ് പറയുന്നു, ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഫേർട്ടിൻ്റെ മിനിമം 10 ടൈംസ് എങ്കിലും ഇട്ടിട്ട് ഏത് ആവറേജ് കുട്ടിനെയും പവർഫുൾ ആക്കാൻ ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും റെഡിയാണ്. കേരളത്തിലെ ഏറ്റവും കിഡ്ലൻ ടീച്ചേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഒരു അക്ഷരം പോലും അവർ പറഞ്ഞാൽ മനസ്സിലാവാത്തത് ഉണ്ടാവില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഒരു മെൻറ്റർ പേഴ്സണലായിട്ട് ഉണ്ടാവുന്നു. അതായത് നിങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ മേ ബി ഒരു പോയിന്റിലൊക്കെ നമ്മൾ തളർന്നു പോകും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിലൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളോടും നിങ്ങളുടെ പാരൻസിനോടും ഒക്കെ സംസാരിച്ച് എല്ലാം സെറ്റാക്കി തരാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു മെൻറ്റർ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളുടെ ബാച്ചിൽ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ് കിട്ടും എന്നുള്ളതാണ്. അതും വെറും ക്ലാസ് ഒന്നുമല്ല, ടെക്സ്റ്റിലെ ഓരോ മുക്കും മൂലയും, ടെക്സ്റ്റിലെ ഓരോ ചോദ്യവും, ടെക്സ്റ്റിൽ ഇല്ലാത്ത ഓരോ ചോദ്യവും, അങ്ങനത്തെ സകല ചോദ്യങ്ങളും കവർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മളെ ക്ലാസ് ഉണ്ടാകുക. ഇനി മേ ബി നിങ്ങൾക്ക് തോന്നും, ഓക്കെ എനിക്ക് ഒരു ചാപ്റ്റർ അത്രയും നേരം പഠിക്കാനുള്ള ടൈമില്ല, എനിക്ക് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റ് ആക്കണം. അങ്ങനെയെങ്കിൽ അതിനുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും 1 ഷോട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവും, എല്ലാ ചാപ്റ്ററിൻ്റെയും കേട്ടോ. ആൻഡ് പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും 2 സെറ്റ് എക്സാമുകളും ലഭിക്കും. ആൻഡ് പബ്ലിക് എക്സാമിൻ്റെ മുന്നേ നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടും. സബ്ജക്ട് വൈസ് ക്ലബ്ബുകൾ, ഓരോ സബ്ജക്റ്റിനും എന്താണ് ക്ലബ്ബും ഉണ്ടാവും. അതായത് മാത്സ് ക്ലബ്ബ് ഉണ്ടാവും. മാത്സ് ക്ലബ്ബിൽ നിങ്ങൾക്ക് മാത്സ് ഡിഫിക്കൽട്ട് ആണെങ്കിൽ അത് സെറ്റാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇതൊന്നല്ല, ഞാൻ ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ അത്രയേറെ ടൈം ഈ ഒരു വീഡിയോ നീണ്ടുപോകും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് അറിയാതായി പോരുത്. അതിന് വേണ്ടി എൻക്വയറി ഫോമാണ് കൊടുക്കുന്നത്, ആ ലിങ്ക് കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് അറിയണം. ഇനി വേറെ എന്താ എനിക്ക് പറയാനുള്ളത്, യെസ് ഞാൻ മറ്റൊരു മെസ്സേജ് കാണിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുന്നു, നമ്മുടെ ബാച്ചിലുള്ള കുട്ടിയൊക്കെ അറിയാം, ഓൾറെഡി ഇവർക്ക് എന്താണ് മോഡൽ എക്സാമിൻ്റെ തലേന്ന് വരെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വരെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ രീതിക്ക് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ആൻഡ് അങ്ങനെ റിസൾട്ട് കിട്ടിയ ഒരു കുട്ടീൻ്റെ മെസ്സേജും കൂടെ ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാൻ രണ്ടാമത് കാണിക്കാമെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ അയച്ച മെസ്സേജ്. ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കുന്നതും കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കര സംശയം ചോദിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പോഴേ എനിക്കറിയാം എന്താണ് ചോദിക്കുന്ന സംശയങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ലെവല് ചോദ്യങ്ങളാണ്. അപ്പോൾ എനിക്കറിയായിരുന്നു ഈ കുട്ടിക്ക് നല്ല രീതിക്ക് സ്കോർ കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പേപ്പർ കിട്ടിയപ്പോൾ അയച്ച മെസ്സേജാണ്, സാറേ പേപ്പർ കിട്ടിയോയി. അവിടെ ആ ഒരു സ്പെല്ലിംഗ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും അത്രയും ആ കുട്ടി എക്സൈറ്റഡ് ആണ്, ആ കുട്ടിക്ക് അത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് അവിടെ തന്നെ മനസ്സിലാവും. എന്നിട്ട് ഓരോന്നിൻ്റെയും മാർക്ക് എനിക്ക് അയച്ചു തന്നിക്ക്. ഇംഗ്ലീഷിൽ 71 മാർക്ക് ഉണ്ട്, എംബയിൽ സോഷ്യലിൽ 76 ഉണ്ട്, മാത്സിൽ 73 ഉണ്ട്, അറബിക്കിന് 37 ഉണ്ട്, മലയാളത്തിന് 36, ഹിന്ദിക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്, ബയോളജി 39, ഫിസിക്സ് 36, കെമിസ്ട്രി 37. എല്ലാ വിഷയത്തിലും ഈ കുട്ടിക്ക് A+ കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടി ഒരു താങ്ക് യു പറയുന്നുണ്ട്. ഈ കുട്ടി ഇതൊരിക്കലും ഒരു ദിവസം രാവിലെ എണീറ്റ് അങ്ങ് നേടിയെടുത്ത സാധനങ്ങളല്ല. ഈ കുട്ടി ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ അടിപൊളിയായി കൺസിസ്റ്റൻ്റായി പഠിച്ച് എജുപോർട്ടിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഓരോന്നും സെറ്റാക്കി എടുത്തതാണ് ഈ കുട്ടി. ആൻഡ് ഞാൻ പറയുന്നു, ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഇനിയും വൈകിയിട്ടില്ല. ഇനിയും നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും എനിക്ക് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ പബ്ലിക് എക്സാം കഴിഞ്ഞ് നിങ്ങളിൽ ഓരോരുത്തർക്കും എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റും എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാൻ. എനിക്ക് 100% ഉറപ്പാണ്. ഒരിക്കലും വൈകിയിട്ടില്ല. ഇന്ന് മുതൽ തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കി അടിപൊളിയായി ഉഷാറായിട്ട് പഠിക്കുകയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതാണ് നിങ്ങളുടെ മാർക്കെങ്കിലോ നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ആ ഒരു ഓറ, ആ ഒരു പവർ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആൻഡ് ഈ കുട്ടിയെപ്പോലെ അത് നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആൻഡ് അത് നേടിയെടുക്കാൻ വേണ്ടി ഓൾ ദ ബെസ്റ്റ് നേരെയാണ്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേടാൻ പറ്റും. ഞാൻ പറയുന്നു, ബാച്ചിൽ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്ലാൻ ആക്കി പവർഫുള്ളായി കൊണ്ടുവരിക. ബാച്ചിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഓൾറെഡി പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു എൻക്വയറി ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഓക്കെ ഇതെനിക്ക് വേണ്ട, ഇതല്ല എനിക്ക് വേണ്ടത്.
നോ പ്രശ്നം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയാതെ പോകരുത്. ഒരിക്കൽ കൂടെ ഈ ഒരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെല്ലാവരെയും ഞാൻ വിഷ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പറ്റും എന്നും ഞാൻ പറയാണ്. ഇതുവരെ എന്തായി എന്നുള്ള വിഷയമല്ല, ഇന്ന് നീ തുടങ്ങുകയാണെങ്കിൽ ദാറ്റ്സ് പോസിബിൾ. ഓക്കെ, സോ മാറ്റത്തെ നിങ്ങൾ റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഡിയാണ് എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.